ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളുടെ 100ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഒരു സ്വീറ്റ് റെസിപ്പി ആയിക്കോട്ടെ എന്ന് കരുതി പുഡിങ് ഇഷ്ടമുള്ളവർക്കും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് കാരമലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കാരമലൈസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക്, അതായത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 6 സ്ലൈസസ് ബ്രെഡാണ്. അപ്പോൾ ഞാനിപ്പോൾ 6 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സൈഡ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും പൊടിക്കാം, അല്ലാതെ വേണമെങ്കിലും പൊടിക്കാം കേട്ടോ. ഞാനിപ്പോൾ അല്ലാണ്ട് പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡിൻ്റെ പൗഡറാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് പാലാണ്. പാല് കുറേശ്ശെ, അതായത് 1/2 കപ്പ് പാലിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ചോക്ലേറ്റ്സ് ആണ്. ഞാനിപ്പോൾ 60 ഗ്രാം ചോക്ലേറ്റ്സ് ആണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യിപ്പിക്കണം കേട്ടോ. ബോയിൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സാണ്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊരു അല്പസമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തും, നന്നായിട്ടൊന്ന് കുറുക്കി വരും. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ പൊടികളുണ്ടല്ലോ അത് കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് കുറേശ്ശെ ചേർത്തിട്ട് മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. അത് ഫുള്ളായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ പാത്രം ഉണ്ടല്ലോ, നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗർ ഒഴിച്ച് വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു തിക്കായിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അധികം ആ ഒരു ഷേപ്പിലൊന്നും നമുക്ക് അതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് താത്ത് ആ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിലൊന്ന് ഒന്ന് നന്നായിട്ട് അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമുക്കൊരു അലൂമിനിയം ഫോയിലിൻ്റെ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നേരെ സ്റ്റൗവിൽ ഓൺ ചെയ്യുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ പുറത്ത് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ പ്ലേറ്റും കൂടി അങ്ങ് വെച്ച് കൊടുക്കുക. നേരെ ക്ലോസ് ചെയ്യാം. ഒരു 30 മിനിറ്റ് ആണ് കേട്ടോ കറക്റ്റ് ടൈം. 30 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾ ഇടയ്ക്ക് അഥവാ വെള്ളം കുറവാണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടില്ലേ, 30 മിനിറ്റ് ആയപ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം കേട്ടോ. നന്നായിട്ട് തണുക്കണം. അപ്പോൾ ഇത് 3 ഹവേഴ്സിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ പതുക്കെ അങ്ങോട്ട് പൊക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഇങ്ങനെ ഒഴുകി, കാരമലൈസ് ഷുഗർ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കും. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ. സംഭവം കണ്ടിട്ട് അടിപൊളിയാണ്. കാരണം ഞാനും ഒരു ചോക്ലേറ്റ് പ്രേമിയാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ചെറിയൊക്കെ വെച്ച് നിന്നിട്ട് മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുഡിങ് ഒന്ന് കട്ട് ചെയ്ത് നോക്കണം. കട്ട് ചെയ്ത് കഴിച്ചാലല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അറിയുള്ളൂ. അപ്പോൾ കുട്ടികൾ എൻ്റെ ചുറ്റിനും നിൽക്കുകയാണ് കേട്ടോ പുഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലും ഞാനിടുന്ന നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പുഡിങ് അടിപൊളി ടേസ്റ്റി ചോക്ലേറ്റ് കാരമൽ ബ്രെഡ് പുഡിങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ടോ നല്ലൊരു വ്ളോഗായിട്ടോ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.